ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന കുഞ്ഞു കൂട്ടുകാർക്ക് ഒരുപാട് താങ്ക്സ്. കമൻ്റ് ഇടുന്നവർക്കും ലൈക്ക് ചെയ്യുന്നവർക്കും ഒക്കെ ബിഗ് താങ്ക്സ് കേട്ടോ. അപ്പോൾ ഇന്ന് കമൻറ്റിലൂടെ ഒരു സുഹൃത്ത്, ഗെയ്സ് എന്നൊക്കെ പറയാം, ഒരു സബ്സ്ക്രൈബർ എന്നൊക്കെ പറയാം. അപ്പോൾ നല്ല കുട്ടിയാണ് കേട്ടോ. അവരുടെ വന്നിട്ട് മ്യൂസിക് ഹൗസ് എന്നോ എന്തോ പറഞ്ഞിട്ട് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. പെട്ടെന്ന് പല ചിന്തകൾ കൊണ്ട് മ്യൂസിക് ഹൗസ് എന്ന് എന്തോ പറഞ്ഞിട്ടാണ് അവരുടെ ചാനൽ കേട്ടോ. നല്ല ചാനലാണ് കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടമായി, ഞാൻ കാണാറുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ അവരും ആ കുട്ടി ഇടാനല്ല, ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയ ഒരു വീഡിയോ ഇടുകയാണെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ഇടുകയാണെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ വെയിറ്റിംഗ് ലിസ്റ്റിൽ 2 പേര് എനിക്ക് മെസ്സേജ് 2-3 മാസം മുമ്പേ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അത് മറന്നു. ഈ കുട്ടി പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ ഏതായാലും ഞാൻ വീഡിയോയിലോട്ട് പോകാം. അപ്പം ഞാൻ ആദ്യമായിട്ട് ഞാൻ പറയുന്നത്, ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് സ്കിപ്പ് ചെയ്തൊന്നും പോകരുത് കേട്ടോ. നമ്മൾ ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് ഒരു ചാർട്ടൊന്നും തയ്യാറാക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ബോഡി തന്നെ എൻ്റെ പ്രാക്ടിക്കലാണ് ഞാൻ പറയുന്നത്. അതുകൂടാതെ നിങ്ങൾക്ക് ഞാൻ കൃത്യമായിട്ടൊന്നും അങ്ങനെ ചെയ്യാറില്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല. നല്ല എഫക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്ന എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു മിതമായ ഒരു എക്സസൈസ് ചെയ്യുക. അതായത് മിതമായ എക്സസൈസ് എന്ന് പറയുമ്പോൾ ഒന്നിലും നടത്തം, അല്ലെങ്കിൽ സൈക്ലിങ്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡാൻസ്, അങ്ങനെ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടം. ഹെവി ആയിട്ട് ചെയ്യരുത്. എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ പണ്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എക്സസൈസ് പോലെയുള്ളത്. അപ്പോൾ അത് ചെയ്തതിൻ്റെ ഗുണമാണ് കേട്ടോ. പണ്ടും ഇപ്പോഴും ഞാൻ ഒരുപോലെയായിരിക്കുന്നത്, എൻ്റെ വെയിറ്റും എല്ലാം ഒരുപോലെയായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ഡെയിലി ഒരു മിതമായ എക്സസൈസ് ചെയ്യുക. പിന്നെ ഒരു 10-12 ഗ്ലാസ് വെള്ളം കുടിക്കുക. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ 1 ലിറ്റർ വരെ കുടിക്കണം എന്നാണ് ഒരു ദിവസം പറയുന്നത്. 10-12 ഗ്ലാസ്സെങ്കിലും കുടിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ദിവസവും കഴിക്കേണ്ട ആഹാരം, അത് ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന എന്ത് ഫ്രൂട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം. അത് പഴം, ഇന്ന ഫ്രൂട്ട്സ് വേണമെന്നൊന്നുമില്ല, പഴമായാലും മതി കേട്ടോ. ഇപ്പോൾ പിന്നെ വെജിറ്റബിൾസ് ഡെയിലി ഉൾപ്പെടുത്തുന്ന കാര്യമാണ്. വെജിറ്റബിൾസ് നിങ്ങൾക്ക് എന്താണോ, ക്യാരറ്റോ ബീറ്റ് ഏതെങ്കിലും ഒരു ഐറ്റം കേട്ടോ, വെജിറ്റബിൾസ്, പയറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. പിന്നെ പറ്റിയ കടലയില്ലേ, ധാന്യവർഗ്ഗങ്ങൾ, അത് നിങ്ങൾ ഒരു ദിവസത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്, അത് ഉൾപ്പെടുത്തുക. ഏതെങ്കിലും ഒരു ധാന്യം ഉൾപ്പെടുത്തുക. പിന്നെ വന്നിട്ട് ഗോതമ്പ്, അരി ഭക്ഷണം, അങ്ങനെ ഏതെങ്കിലും ഒന്ന്, ഗോതമ്പോ അരിയോ ഒരു ദിവസത്തെ ഇതിൽ, അങ്ങനെ എല്ലാം കൂടിയാകുമ്പോൾ. പിന്നെ തൈര് മസ്റ്റായിട്ട് നിങ്ങൾ കഴിക്കണം. പിന്നെ പാല് കുടിക്കാൻ പറ്റുന്നവർക്ക് 1 ഗ്ലാസ്സോ 1/2 ഗ്ലാസ്സോ പാല് കുടിക്കുക. പിന്നെ വന്നിട്ട് മുട്ട കഴിക്കുക. മുട്ട ഡെയിലി 1 മുട്ട, 2 മുട്ടയൊക്കെ കഴിക്കാം. 1 മുട്ട ഡെയിലി കഴിച്ചാലും അതിൽ നല്ല പ്രോട്ടീൻ ഉണ്ടാകും. ഇത്രയും ആകുമ്പോൾ തന്നെ നമ്മളുടെ ശരീരത്തിൽ ഒരു ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ടൊക്കെ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. പിന്നെ അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓയിൽ വന്നിട്ട് വെളിച്ചെണ്ണ തന്നെ നിങ്ങൾ ഉപയോഗിക്കാൻ നോക്കുക. വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. ഞാൻ പണ്ട് മുതൽ വെളിച്ചെണ്ണ തന്നെയാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഏതായാലും ആട്ടിയതായാലും എന്തായാലും വെളിച്ചെണ്ണ നിങ്ങൾ ഉപയോഗിക്കാൻ നോക്കുക. ഒലിവ് ഓയിൽ ഉപയോഗിക്കാം, പക്ഷെ നമ്മളത് വറുക്കുന്നതും പൊരിക്കുന്നതൊന്നും ഒലിവ് ഓയിലിൽ പറ്റില്ലല്ലോ. അത് ശരീരത്തിന് കേടാണെന്ന് എനിക്കറിയില്ല, അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ റിഫൈൻഡ് ഓയിൽ നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. അത് നല്ല കടയിലൊക്കെ റിഫൈൻഡ് ഒറിജിനൽ ഓയിൽ എന്നൊക്കെ പറയും. എന്തായാലും അത് ചൂടാക്കിയിട്ടുള്ള എണ്ണയാണല്ലോ, അപ്പോൾ അത് ശരീരത്തിന് കേടാണ്. അപ്പോൾ കഴിയുന്നതും വെളിച്ചെണ്ണ ഉപയോഗിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആയില്ലേ. അപ്പോൾ കടല വന്നിട്ട് പീസ് കടല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പീസ് കടലയൊക്കെ നല്ലതാണ്. പിന്നെ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, തൈര് മസ്റ്റായിട്ട് ഉപയോഗിക്കുക. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ മീനൊക്കെ ഡെയിലി ഇപ്പോൾ വേണമെന്നൊന്നുമില്ല. മീൻ വന്നിട്ട് കിട്ടിയാൽ നിങ്ങൾക്ക് ഡെയിലി മീൻ കഴിക്കാം.
അല്ലാന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം മീൻ നിങ്ങൾ കഴിക്കുക, അല്ലെങ്കിൽ ചിക്കൻ, മട്ടൺ അങ്ങനെയൊക്കെ ആഴ്ചയിൽ ഒരു ദിവസം ആക്കുക. മനസ്സിലായില്ലേ? ഇപ്പോൾ ഡെയിലി മീനും ചിക്കനും അങ്ങനെയൊന്നും കഴിക്കേണ്ട. ഈ ഒരു ദിവസത്തെ ഈ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇത് ആഴ്ചയിൽ ഒരു ദിവസം, ഇപ്പോൾ ഡെയിലി ഇതായി കഴിഞ്ഞാലും ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾക്ക് പറ്റിയ മീൻ, ചിക്കൻ അങ്ങനെ കഴിക്കുക കേട്ടോ. പിന്നെ വന്നിട്ട് മാസത്തിലൊരിക്കൽ ബീഫ്, നിങ്ങൾ മറ്റേ റെഡ് മീറ്റ് ഇല്ലേ, അത് മാസത്തിലൊരിക്കൽ ആക്കുക. റെഡ് മീറ്റ് അങ്ങനെ ഒരുപാട് കഴിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. എനിക്ക് അത്ര അതിൽ വലിയ ഒരു ഇതൊന്നുമില്ല. അപ്പോൾ മാസത്തിലൊരിക്കൽ നിങ്ങൾ റെഡ് മീറ്റ് കഴിക്കുക. പിന്നെ ആഴ്ചയിൽ നിങ്ങൾക്ക് പറ്റിയ ഇറച്ചി മീനും ഉൾപ്പെടുത്തുന്നവരാണെങ്കിൽ ഉൾപ്പെടുത്തുക, അല്ലാന്നുണ്ടെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ചെയ്യുക. ഞാൻ കൂടുതലും എൻ്റെയൊക്കെ കാര്യങ്ങൾ ഇങ്ങനെയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ പണ്ടൊക്കെ ഇപ്പോൾ നട്ട്സ് എന്ന് പറയുമ്പോൾ നട്ട്സ് ഡെയിലി എന്തെങ്കിലും നിലക്കടലയോ പിന്നെ എന്താ നിങ്ങൾക്ക് നട്ട്സ് കിട്ടുന്നത് അത് കഴിക്കുക. ഇന്നത് തന്നെ വാങ്ങിച്ചു വെച്ചിട്ട് നിങ്ങൾ, കാശുള്ളവരും നമ്മളൊക്കെ എന്താണ് അംബാനിയുടെ ഒക്കെ മക്കളോ ഒന്നും അല്ലല്ലോ കേട്ടോ. അംബാനി സോറി കേട്ടോ, ഞാൻ പറഞ്ഞതാണ് ഒരു ഉദാഹരണത്തിന്. അപ്പം അങ്ങനെയൊന്നും അല്ലല്ലോ. അപ്പം കയ്യിൽ കിട്ടുന്നത് എന്താണോ അത് കംപ്ലീറ്റ് ഈ ഒരു ദിവസത്തിൽ നിങ്ങൾ കഴിക്കാൻ നോക്കുക. മുട്ടയൊക്കെ നമ്മൾ ഏകദേശം എല്ലാവരും കഴിക്കുന്നതാണ്. അപ്പം നട്ട്സ് വന്നിട്ട് കടലയൊക്കെ ഇല്ലേ, നിലക്കടല, അതൊക്കെ കുറച്ച് പൈസയല്ലേ ഉള്ളൂ. അപ്പോൾ നിങ്ങളത് പച്ചയ്ക്ക് വാങ്ങിച്ചിട്ട് വറുത്തിട്ട് കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല, ഇനി പൈസ കൊടുത്ത് വാങ്ങിക്കണതിന് പകരം. അപ്പം നട്ട്സ് ഞാൻ പറയാൻ വിട്ടുപോയി തോന്നുന്നു. നട്ട്സ് ഇതിൽ ഉൾപ്പെടുത്തുക ഡെയിലി കഴിക്കണതിന്. അതായത് ഒരു പിടി അല്ലെങ്കിൽ ഒരു പിടി എന്നാണ് അതിന് കണക്ക്. ഒരു 10 കടലയെങ്കിലും ഒരു ഡെയിലി, നിലക്കടലയായാലും കശുവണ്ടിപ്പരിപ്പിന് കൊളസ്ട്രോൾ ഉള്ളവർ 1-2 കഴിക്കുക, അല്ലാന്നുള്ളവർ പിസ്ത അങ്ങനെയൊക്കെ ഇല്ലേ, ബദാം അങ്ങനത്തെ ഉള്ളതൊക്കെ നട്ട്സ് കഴിക്കുക. പിന്നെന്താണ്, ഒരു പിടി അല്ലെങ്കിൽ ഒരു 5 എണ്ണം കഴിക്കുക. അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് ഒരു ദിവസത്തെ ആ ഒരു ചാർട്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു ബോഡി ഒരുപാട് എന്താണ് വെയിറ്റും വെക്കില്ല, നമുക്കൊരു വെയിറ്റ് ലോസിൽ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. പിന്നെ എൻ്റെ ഒരു കാര്യമാണ് കേട്ടോ, നിങ്ങൾക്ക് പറ്റിയാൽ നിങ്ങൾ ചെയ്യുക, നല്ലോണം കഴിക്കുക. നല്ലോണം കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്ത് ചെയ്യണം, നിങ്ങൾ അത് കംപ്ലീറ്റ് കരച്ച് കളയണം പറയില്ലേ, അത് കംപ്ലീറ്റ് നല്ലോണം കഴിക്കുക. എന്താണ്, കഠിനമായി പണിയെടുക്കുക. എല്ല് മുറിയെ പണിത് പല്ല് മുറിയെ തിന്നുക എന്ന് പറയില്ലേ, അതേപോലെ നിങ്ങൾ നല്ലോണം കഴിക്കുക. കഴിക്കുക എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, കഴിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടായില്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർ അതിൽ മടിയൊന്നും കാണിക്കണ്ട, നന്നായിട്ട് കഴിക്കുക, നന്നായിട്ട് പണിയെടുക്കുക. ആ തിന്നത് മുഴുവൻ ദഹിച്ചു പോകണം കേട്ടോ, അങ്ങനെ ചെയ്യുക. എൻ്റെ പേരക്കുട്ടിയെ ഞാൻ വെറുതെ ഒരു ഉദാഹരണം പറയാം കേട്ടോ. അവൻ കഴിക്കുകയൊക്കെ ചെയ്യും, ഞാൻ അവിടെയൊക്കെ പോയിരുന്ന നല്ലോണം കഴിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അതിൻ്റെ ദേഹത്തേ കാണില്ല. അത് തന്നെ എനിക്കൊരു ഉദാഹരണമാണ് കേട്ടോ. എല്ല് പോലെ ഇരിക്കുകയും ചെയ്യും, പക്ഷെ എല്ലാം അവൻ കഴിക്കും. പക്ഷെ നല്ല ഒരു വിൽ പവറാണ്, ഒരു ബോഡി, നല്ലൊരു സ്റ്റാമിന ഉള്ള കൂട്ടത്തിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞതാ, വെറുതെ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു പോകണ്ടല്ലോ പറഞ്ഞിട്ടേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എല്ലാം ഉൾപ്പെടുത്തിയെന്ന് വിചാരിക്കുന്നു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. കൂടുതലും ഞാൻ പച്ചക്കറികളാണ് കഴിക്കുന്നത്. പച്ചക്കറി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വലിയ പച്ചക്കറിയല്ല, പച്ചക്കറികളാണ് കഴിക്കുന്നത്. ഇറച്ചി മീനൊക്കെ മാസത്തിലൊരിക്കയോ അങ്ങനെ കഴിക്കാറുള്ളൂ കേട്ടോ. മീനായാലും ഇറച്ചിയായാലും മാസത്തിലൊരിക്കലാണ് കഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പറ്റണവർ ഞാൻ ഈ പറഞ്ഞ പോലെയൊക്കെ ചെയ്യുക. നിങ്ങൾക്ക് ബോഡി എന്നും ഒരേപോലെ ഉണ്ടാവും. അപ്പോൾ പിന്നെ ഈ പറഞ്ഞില്ലേ, നല്ലോണം കഠിനാധ്വാനം ചെയ്യുക. അതുപോലെ അതിനനുസരിച്ച് പണിയെടുക്കുന്നവർക്ക് ഒരു കുഴപ്പമൊന്നുമില്ല, വെയിറ്റ് ലോസ് ആയി തന്നെ വരും. പിന്നെ ധാരാളം വെള്ളം കുടിക്കണം കേട്ടോ, ഡെയിലി ധാരാളം വെള്ളം കുടിക്കണം. അതിൻ്റെ ഒരു വീഡിയോ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ്, ഏകദേശം എല്ലാം പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇനിയും എന്തെങ്കിലും നിങ്ങൾക്കൊക്കെ ആവശ്യമുള്ള വീഡിയോകൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റ. അപ്പോൾ ഇനിയൊന്നും പറയാനില്ല. അപ്പോൾ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇത്രയും ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി. അതുപോലെ തന്നെ വലിയ പൈസ കൊടുത്തൊന്നും ഒരു സാധനങ്ങൾ നിങ്ങൾ വാങ്ങിച്ച് കഴിക്കണ്ട. ഇങ്ങനെ ചാർട്ട് പോലെ തയ്യാറാക്കിയിട്ട് ഇന്നത് കഴിക്കണം. നിങ്ങളുടെ കയ്യിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ കഴിക്കുക. അതായത് ചെറുപയറൊക്കെ വീട്ടിലുണ്ട്, അപ്പോൾ ഡെയിലി നിങ്ങൾ ചെറുപയർ, അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് മാറ്റി പിടിക്കുക. മറ്റന്നാൾ ഒരു ദിവസം പുട്ടിൻ്റെ കടല, ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഒരു ദിവസം പുട്ടിൻ്റെ കടല, ഒരു ദിവസം ചെറുപയർ, ഒരു ദിവസം വൻപയർ. കൊള്ള് നല്ലതാണ് കേട്ടോ, ശരീരത്തിന് നല്ലൊരു വിൽ പവറൊക്കെ കിട്ടും കൊള്ള്.
അങ്ങനെ പല ധാന്യങ്ങളുണ്ട്. അപ്പോൾ ഓരോ ധാന്യങ്ങൾ ഡെയിലി കഴിക്കുക. പിന്നെ ഐസ്ക്രീം ചോക്ലേറ്റ് ഒക്കെ അത് പറയാൻ വിട്ടുപോയി. ഐസ്ക്രീം ചോക്ലേറ്റ് അങ്ങനെ ഒക്കെ നിങ്ങൾ വെയിറ്റ് ലോസ് ആക്കണം എന്നുള്ളവർ മാസത്തിലൊരിക്കൽ കഴിച്ചാൽ മതി. കേക്ക് അങ്ങനെ മധുര പലഹാരങ്ങളൊക്കെ നിങ്ങൾ മാസത്തിലൊരിക്കൽ കഴിക്കുന്നതാണ് നല്ലത്. പായസമൊക്കെ ഒരു സ്പൂണൊക്കെ വെച്ച് കഴിഞ്ഞാൽ കഴിക്കാം. ഈ ചോക്ലേറ്റ് അത് ഇതൊക്കെ വെയിറ്റ് ലോസ് കുറയ്ക്കുന്ന ഈ ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് പോണവർക്കാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പം ഞാനൊക്കെ അങ്ങനെയാണ്. ഞാൻ ചില സമയത്ത് നല്ലോണം ഈ ചോക്ലേറ്റ് അങ്ങനെയൊക്കെ കഴിക്കും കേട്ടോ. അപ്പം ഞാൻ എന്നിട്ട് അത് നല്ലോണം ഞാൻ കഴിക്കുകയും ചെയ്യും, പണിയും എടുക്കും കേട്ടോ. പണ്ടായാലും ഇപ്പോഴൊക്കെ ആയാലും ഞാൻ നല്ലോണം പണിയെടുക്കുന്നത് കൊണ്ടാണ്. എക്സസൈസ് നമ്മൾ എത്ര പണിയെടുത്തു കഴിഞ്ഞാലും എക്സസൈസ് ഒരു വശത്താണ്, മിതമായിട്ട് ചെയ്യാറുള്ളൂ. പക്ഷെ നല്ലോണം പണിയെടുക്കും. എനിക്ക് സർവൻ്റ് ഒന്നുമില്ല, ഞാൻ തന്നെയാണ് എല്ലാ പണികളും ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ്. 2-3 പേര് വെയിറ്റിങ്ങിലാണ്, ഫോണിലും പിന്നെ എന്നെ വിളിച്ചിട്ടൊക്കെ അപ്പുറത്തപ്പുറത്ത് ഒത്തിരി എഫേർട്ട് എടുത്തിട്ടാണ്. കുഞ്ഞു കൂട്ടുകാരെ, നിങ്ങൾക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണെന്നൊക്കെ അറിയാം, അതുകൊണ്ടാണല്ലോ വീഡിയോ കാണുന്നത്. അപ്പം നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഈ വീഡിയോ ഞാൻ ഇട്ടിരിക്കുന്നത്. ഇതിൽ എന്തെങ്കിലും അപാകതകളും തെറ്റുകളും എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കമൻറ്റ് ചെയ്യുക കേട്ടോ. തെറി മാത്രം വിളിക്കരുത്. വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ അങ്ങനെ കെയർ ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റ.